ഹലോ ഗ്രീമീഡിയസിലേക്ക് സ്വാഗതം. ആട് 3 5-ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സിനിമയുടെ ഒഫീഷ്യലായി 3 ദിനങ്ങൾ കൊണ്ട് വന്നത് 68 കോടി എന്നുള്ള പോസ്റ്ററുമാണ്. അതെ, ട്രാക്കേഴ്സും പറയുന്നു 66 കോടിയോളം 3 ദിനം കൊണ്ട് നേടി. 4-ാം ദിനം ഇന്നലെ മിന്നുന്ന പ്രകടനം ബോക്സ് ഓഫീസിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ശനിയാഴ്ചത്തേക്കാളും ചെറിയ ഒരിടിവാണ് സിനിമയ്ക്ക് ട്രാക്കിംഗ് കളക്ഷനിൽ വന്നത്. ശനിയാഴ്ച 6 കോടി 53 ലക്ഷം രൂപ ട്രാക്കിങ്ങിൽ വന്നുവെങ്കിൽ ഇന്നലെ 6 കോടി 49 ലക്ഷം രൂപ, 4 ലക്ഷം രൂപയുടെ മാത്രം ഡിഫറൻസ്. അതായത് സിനിമ ഇന്നലെയും 7 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നു. അതായത് ഇതിനോടകം സിനിമ 92 കോടിയോളമാണ് 4 ദിനം, അതായത് ഞായറാഴ്ച കൊണ്ട് നേടിയിരിക്കുന്നത്. ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു പോസ്റ്ററിന് വേണ്ടി നമ്മൾ കാത്തിരിപ്പാണ്. ഇന്ന് 5-ാം ദിനവും സിനിമയ്ക്ക് തിങ്കളാഴ്ച മോർണിംഗിൽ തന്നെ മികച്ച രീതിയിലുള്ള ബുക്കിംഗാണ്. ഇതിനോടകം തന്നെ സിനിമയ്ക്ക് 16 ലക്ഷത്തിനും മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തു എന്നുള്ളത് തന്നെ ട്രാക്കേഴ്സ് പുറത്തുവിടുമ്പോൾ ഒഫീഷ്യലായിട്ട് 15 ലക്ഷത്തിന് മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തു എന്നുള്ളതാണ് 4 ദിനങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകളും. എന്തായാലും ഇന്ന് 1572 ഷോകളിൽ നിന്ന് 74,000-ഓളം ടിക്കറ്റുകൾ ഇതിന് മുന്നോടിയായി വിറ്റുപോയിരിക്കുന്നത്. അതായത് ഒരു ഷോയെങ്കിലും തിയേറ്ററിൽ ഓടുന്നതിന് മുമ്പേ, അതായത് പ്രീ സെയിലിലൂടെ എന്നാണ് പറയാൻ വന്നത്. ഇവിടെ 18% മാത്രമാണ് ഒക്യുപ്പൻസി. കഴിഞ്ഞ 4 ദിവസങ്ങളിലും 50-60% മോർണിംഗ് ഒക്യുപ്പൻസിയെങ്കിൽ ഇന്ന് വർക്കിംഗ് ഡേയിൽ ഇടിവുണ്ടാകുമെന്ന് നമുക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇടിവ് നമ്മൾ പ്രതീക്ഷിച്ച തന്നെയാണ്. ഇന്ന് 1,23 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് ഇന്നത്തെ കളക്ഷൻ സിനിമയ്ക്ക് ട്രാക്കിങ്ങിലൂടെ എത്തിയിരിക്കുകയാണ്. ഇതിനോടകം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 30 കോടിയോളം നേടിയിരിക്കുകയാണ്. ട്രാക്കിങ്ങിലൂടെ 25 കോടി 82 ലക്ഷം രൂപയോളം സിനിമ നേടി. ഇന്ന് സിനിമയുടെ ഒഫീഷ്യലായിട്ടുള്ള 100 കോടി പോസ്റ്റർ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. 5 ദിനങ്ങൾ കൊണ്ട് സിനിമ 104-105 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ വേൾഡ് വൈഡായിട്ട് പ്രതീക്ഷിക്കുന്നത് ഏകദേശം 10 തൊട്ട് 12 കോടിയോളമാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ 4 ദിവസങ്ങളിലും 20 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ എന്ന് തന്നെ പറയാം. ആദ്യ ദിനം 18 കോടിയായിരുന്നുവെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ 20 കോടിക്ക് മുകളിൽ സ്ഥിരമായി 3 ദിവസവും സിനിമയ്ക്ക് കാണാൻ കഴിഞ്ഞു. ഇനി വരുന്നത് അവധി ദിനങ്ങളാണ്. ഇവിടെ ആട് കൊല തൂക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്തായാലും 200-250 കോടിയാണ് ഈ ഒരു സിനിമയ്ക്ക് നമ്മൾ കാണുന്ന ഫൈനൽ. ഒരുപക്ഷെ അതിന് മുകളിൽ പോകാനും ചാൻസുകളേറെയാണ്. കാരണം ഷാജി പാപ്പൻ ഒരു പ്രത്യേക ട്രെൻഡ് തന്നെയാണ്. ഡൂഡ് കൂടെയുണ്ടെങ്കിൽ പിന്നെ ഒന്നും തന്നെ പറയാനില്ല. ഇതിൽ ഒരുപാട് നായകന്മാർ, അതായത് നടന്മാരെന്നല്ല നായകന്മാർ നിറഞ്ഞാടുന്ന ചിത്രമാണ്. ഷാജി പാപ്പനുണ്ട്, അതേപോലെ തന്നെ സർബത്ത് ബഷീർ, സാത്താൻ സേവിയർ, അങ്ങനെ തുടങ്ങുന്ന ഡ്യൂഡ്, നമ്മുടെ സൂപ്പർ മെഗാ ഡ്യൂഡ് വരെയുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ആരാധകരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഈ റേഞ്ചിലേക്ക് എത്തുകയും ചെയ്യുന്നത്. പല അഭിപ്രായങ്ങൾ സിനിമയ്ക്ക് ഉണ്ടെങ്കിൽ പോലും ഇന്ന് കളക്ഷൻ കാണുമ്പോൾ എല്ലാവർക്കും ഈ സിനിമ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ്. അപ്പം ഒരു ചോദ്യം കൂടി, നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ജെനുവിനായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും ഇതിൻ്റെ കൂടെ കുറിക്കാം. അപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താണ് വമ്പൻ ഹിറ്റ്